ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫലൂദയാണ്. വാട്ടർ മെലോൺ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫലൂദ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, അതുപോലെ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വാട്ടർ മെലോൺ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പകുതി, ഓൾമോസ്റ്റ് ഒരു മീഡിയം സൈസിലുള്ള പകുതി വാട്ടർ മെലോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ടൊരു 3 കപ്പോളം ജ്യൂസ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാട്ടർ മെലോൺ ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് വാട്ടർ മെലോൺ ജ്യൂസും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് വാട്ടർ മെലോൺ ജ്യൂസും 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അതുപോലെ ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മെൽട്ടാവാത്ത ചൈന ഗ്രാസിൻ്റെ പീസസൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വാട്ടർ മെലോൻ്റെ കുറച്ച് പീസസൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒക്കെ വെച്ചാൽ ഒന്ന് സെറ്റായി കിട്ടും. അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 കപ്പോളം സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വറുത്ത സേമിയയാണ്. അപ്പോൾ വറുക്കാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം ഒന്ന് വറ്റി വരും. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ വെള്ളവും കൂടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ബാക്കിയുള്ള 2 കപ്പ് വാട്ടർ മെലോൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 കപ്പ് നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 കപ്പ്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി വെക്കുക. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് പുഡിങ്, വാട്ടർ മെലോനും ചൈന ഗ്രാസും ചേർത്തിട്ടുള്ള ഈ ഒരു പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏറ്റവും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. നമുക്കിങ്ങനെ ലെയറിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട് സൂഫ്ലേ ചെയ്യാറില്ല. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ടെൻഡർ കോക്കനട്ട് വെള്ളം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ആ ഒരു കാമ്പും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഓരോ കാര്യങ്ങളും ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കസ്കസും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ വേണം കേട്ടോ ലെയറിലിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് റോഫാസ ഈ ഒരു സ്ക്വാഷ് അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ ഒരു കളറ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിച്ച സേമിയ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി കസ്കസ് കുറച്ച് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ സൈഡിലോട്ടായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് റോഫസ സ്ക്വാഷ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് പുഡിങ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ, ഇങ്ങനെ ലെയർ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ. ഇനി വേണ്ടത് നമ്മളുണ്ടാക്കിയ ഒരു ജ്യൂസ്, വാട്ടർ മെലോണും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ സൈഡിലോട്ട്
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റോഫാസ ആ ഒരു സ്ക്വാഷ് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇങ്ങനെ കഴിയുന്നത് ഇങ്ങനെ സൈഡിലോട്ട് തന്നെ ആക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ താഴോട്ടേക്കത് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി. പിന്നെ ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കും, പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പോൾ അവർ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്